ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ വീണ്ടും ഒരു ഗെയിനോട് കൂടിയുള്ള എൻഡിംഗ് ആയിരുന്നു ഇന്ത്യൻ മാർക്കറ്റുകളിൽ കാണാനുണ്ടായിരുന്നത്. നിഫ്റ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 93 പോയിൻറ്റ്സിൻ്റെ ഗെയിനോടുകൂടി 10301 ക്ലോസ് ചെയ്തത്. സെൻസെക്സിൽ ഏകദേശം 380 പോയിൻറ്റ്സിൻ്റെ ഗെയിനോടുകൂടി 51017 ബാങ്ക് നിഫ്റ്റിയിൽ 22 പോയിൻറ്റ്സിൻ്റെ ഗെയിനോടുകൂടി 34684 ഇന്ന് ക്ലോസ് ചെയ്തത്. നിഫ്റ്റിയുടെ ഒരു പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടും റിയാലിറ്റി, മീഡിയ, IT സെക്ടറുകളായിരുന്നു ഏറ്റവും കൂടുതൽ റാലി ഇന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ മെറ്റൽ സെക്ടറായിരുന്നു ഇന്ന് ഏറ്റവും കൂടുതൽ ഡിക്ലൈനിൽ പോയിട്ടുണ്ടായിരുന്നത്. അതിനുള്ള കാരണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ക്രെഡിറ്റ് സൂസി അവർ സ്റ്റീൽ സ്റ്റോക്കുകളുടെയൊക്കെ റേറ്റിംഗ് ഡൗൺഗ്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ചൈനയിലുള്ള സ്റ്റീൽ പ്രൈസിൻ്റെ ഒക്കെ ക്രാക്ക് ഡൗൺ വന്നു. അങ്ങനെയുള്ള കാരണങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സ്റ്റീൽ സെക്ടറിനെ അവർ ഡൗൺഗ്രേഡ് ചെയ്തതാണ് മെറ്റൽ സെക്ടറിന് ഒരു ഡിക്ലൈനിന് കാരണങ്ങളായിട്ട് നിന്നത്. അതുപോലെ തന്നെ നിഫ്റ്റിയിലെ ടോപ്പ് 5 പെർഫോമിംഗ് സ്റ്റോക്സ് നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ബജാജ് ട്വിൻസ് ആയിരുന്നു ഏറ്റവും കൂടുതൽ റാലി കൊടുത്തത്. ബജാജ് ഫിനാൻസ്, ബജാജ് ഫിൻസർവ്, തുടർന്ന് ഇൻഫോസിസ്, ഗ്രാസിം, വിപ്രോ ഇവരായിരുന്നു ടോപ്പ് പെർഫോമിംഗ് സ്റ്റോക്സ് ആയിട്ട് നിഫ്റ്റിയിൽ നിന്നത്. അതുപോലെ തന്നെ ബ്രോഡർ മാർക്കറ്റുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ മിഡ് ക്യാപ്പിൽ ഇന്നൊരു ഡിക്ലൈൻ ആയിരുന്നു കാണാനുണ്ടായിരുന്നത്. ഏകദേശം 0.11% ലോസ് ഇന്ന് മിഡ് ക്യാപ്പിൽ റിപ്പോർട്ട് ചെയ്തു. സ്മോൾ ക്യാപ്പിൽ ഏകദേശം 0.46% ഗെയിനും ഇന്ന് കാണാനായിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ നിഫ്റ്റിയുടെ ഒരു ഡെയിലി ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ന് ഗ്ലോബൽ മാർക്കറ്റ് അല്ലെങ്കിൽ പ്രത്യേകിച്ചും ഏഷ്യൻ മാർക്കറ്റിൻ്റെ ട്രെൻഡിനെ ഫോളോ ചെയ്തുകൊണ്ട് ഒരു വീക്ക് സ്റ്റാർട്ടായിരുന്നു ഇന്ന് ഈ നിഫ്റ്റിക്ക് ഉണ്ടായിരുന്നത്. എന്നിരുന്നാലും പിന്നീട് ഉള്ളൊരു 2 മണിക്കൂർ, ഒരു 11 മണിക്കുള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ഗെയിൻ ആയിരുന്നു ഇന്ത്യൻ മാർക്കറ്റുകളിൽ വന്നത്. പിന്നീട് തുടർന്ന് നോക്കിക്കഴിഞ്ഞാൽ പിന്നീടുള്ള സെഷൻ മൊത്തം ആ ഒരു ഗെയിനിനെ ഹോൾഡ് ചെയ്യുക എന്നുള്ള രീതിയിലൊരു സൈഡ് വേ റാലി ആയിരുന്നു 11 മണിക്ക് ശേഷം ഇന്ത്യൻ മാർക്കറ്റുകളിൽ കാണാനുണ്ടായിരുന്നത്. ഡെയിലി ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫോം ചെയ്തൊരു പാറ്റേൺ ഒരു ബുള്ളിഷ് അല്ലെങ്കിൽ ഒരു ഹാങ്ങിങ് മാൻ പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷനാണ് ഇപ്പോൾ നിഫ്റ്റിയിൽ നിലനിൽക്കുന്നത്. ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, നമുക്ക് 15300 മുകളിൽ നിഫ്റ്റി ഇപ്പോൾ ക്രോസ് ചെയ്തു എന്നുള്ളതാണ്. എന്നിരുന്നാലും നമുക്ക് വരും ദിവസങ്ങളിൽ ഈ ഒരു ട്രെൻഡ് തുടരണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഇന്നത്തെ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ ഏകദേശം 15321 മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഓൾ ടൈം ഹൈയിലേക്കുള്ളൊരു റാലികൾ നമുക്കിപ്പോൾ നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ, 14449 എന്നുള്ള റേഞ്ചിലേക്ക്. എന്നിരുന്നാലും നമുക്ക് ഈ ഒരു ഹാങ്ങിങ് മാൻ പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷൻ ആയതുകൊണ്ട് ഒരു റിവേഴ്സലിനൊരു സാധ്യതകളാണ് പ്രിൻറ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലെ ഒരു ഇൻഡിസിസീവ് അല്ലെങ്കിൽ ഒരു ബിയറിഷ് പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷന് ശേഷം വീണ്ടും ഒരു ഹാങ്ങിങ് മാൻ പോലത്തെ ഒരു സിമ്പിളാണ് ഇപ്പോൾ തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു വീക്ക്നെസ്സിനുള്ളൊരു സാധ്യതകളും പ്രതീക്ഷിക്കണം. എന്നിരുന്നാലും അത് നടക്കണം എന്നുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ 15190 താഴേക്ക് മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ മാത്രമായിരിക്കും ഒരു വീക്ക്നെസ്സിനുള്ളൊരു സാധ്യതകൾ നിലനിൽക്കുക. അങ്ങനെയാണെങ്കിൽ 15445 റേഞ്ചുകളായിരിക്കും സപ്പോർട്ട് സോൺസ് ആയിട്ട് നിഫ്റ്റിക്ക് നിലനിൽക്കുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, വോളറ്റിലിറ്റി ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ അതിലും 10% മുകളിലുള്ളൊരു വർധനവ് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ മാർക്കറ്റ് കൂടുതൽ വോളറ്റൈൽ ആകാനുള്ള സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ നാളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് മന്ത്ലി എക്സ്പയറി ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു വോളറ്റിലിറ്റിയും നാളത്തെ മാർക്കറ്റിൽ നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഒന്ന് കോഷ്യസ് ആയിട്ട് എടുക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങൾ റിസ്ക് ഒക്കെ എടുക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ 11321 മുകളിലേക്ക് മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ ഒരു ബൈങ്ങിനുള്ള സാധ്യതകളുണ്ട്. എന്നിരുന്നാലും അതൊരു ഹൈ റിസ്ക് ട്രേഡിങ്ങിനായിരിക്കും കൂടുതൽ അഭികാമ്യം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്ന ദിവസങ്ങളിലൊന്നും മാർക്കറ്റിൻ്റെ ട്രെൻഡിനെ ഒന്ന് കോഷ്യസ് ആയിട്ട് വാച്ച് ചെയ്യുന്നതായിരിക്കും സേഫ് ആയിട്ടുണ്ടാവുക. ഇനി അതുപോലെ തന്നെ ബാങ്കിങ് സെക്ടറിൻ്റെ നിഫ്റ്റി ബാങ്കിൻ്റെ ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് വീണ്ടും ഒരു ഇൻഡിസിസീവ് ആയിട്ടുള്ളൊരു പാറ്റേൺ ഫോർമേഷനാണ് നിലനിൽക്കുന്നത്. ഏകദേശം ഇൻസൈഡ് ബാർ പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷനാണ് കാണാനുള്ളത്. ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു എൻഡിങ് ആയിരുന്നു ഇന്ന് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ റിപ്പോർട്ട് ചെയ്തത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 34500 എന്നുള്ളൊരു റേഞ്ചിനെ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അപ്സൈഡ് എന്നുള്ളൊരു സാധ്യതകൾ, അങ്ങനെയാണെങ്കിൽ നമുക്ക് 35200 ആ ഒരു റേഞ്ചിലേക്കുള്ളൊരു റാലികൾ പ്രതീക്ഷിക്കാം. 34500 ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 34150 റേഞ്ചുകൾ സപ്പോർട്ട് സോൺസ് ആയിട്ട് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് ബാങ്ക് നിഫ്റ്റിക്ക്. ഇനി അടുത്തായിട്ട് ഇന്നത്തെ ഒരു ഗ്ലോബൽ മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻസിലേക്ക് വരികയാണെങ്കിൽ ഇന്നത്തെ US ഫീച്ചേഴ്സൊക്കെ ഒരു പോസിറ്റീവ് മൂഡിലാണ് നിലനിൽക്കുന്നത്. അത് US മാർക്കറ്റിന് ഒരു ഗുണകരമായി മാറും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി അതുപോലെ തന്നെ യൂറോപ്യൻ മാർക്കറ്റുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഇന്നൊരു വീക്ക്നെസ് ആണ് കാണാനുള്ളത്. എല്ലാ മാർക്കറ്റുകളിൽ നിന്നൊരു ഡിക്ലൈനിങ് മൂഡിലാണ് നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ ഏഷ്യൻ മാർക്കറ്റുകളിൽ നോക്കിക്കഴിഞ്ഞാൽ മിക്സ്ഡ് ട്രെൻഡാണ്. SGX നിഫ്റ്റി 12 പോയിൻറ്റ്സ് ഡൗണിൽ ട്രേഡ് ആവുന്നു. ഗോൾഡിൻ്റെ പ്രൈസിൽ നല്ലൊരു വർധനവ് കാണുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ രൂപയുടെ മൂല്യത്തിൽ ഡോളറിന് അഗെയിൻസ്റ്റായിട്ട് ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു എൻഡിങ് ആയിരുന്നു ഉണ്ടായിരുന്നത്. 72.77 ട്രേഡ് ഉണ്ടായിരിക്കുന്നത്.
അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്ന് 241 കോടിയുടെ നെറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ക്യാഷ് മാർക്കറ്റിൽ വന്നിരിക്കുന്നത്. ഒരു നെറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. പാർട്ടിസിപ്പേഷൻ പോസിറ്റീവായിട്ട് കാണുന്നു. എന്നിരുന്നാലും പാർട്ടിസിപ്പേഷൻ കുറവാണ്. അന്നേരം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്ന് 438 കോടിയുടെ നെറ്റ് വിത്ഡ്രോവലും ക്യാഷ് മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സൈഡ് വേ അല്ലെങ്കിൽ വീണ്ടും ഒരു വോളറ്റിലിറ്റിക്കുള്ള സാധ്യതകളാണ് ഇന്ത്യൻ മാർക്കറ്റുകൾ നിലനിൽക്കുന്നത്. തീർച്ചയായിട്ടും രാവിലെ SGX നിഫ്റ്റി ഒന്ന് ട്രാക്ക് ചെയ്യുക. അതിനെ ബേസ് ചെയ്തുള്ളൊരു ഓപ്പണിംഗ് നമുക്ക് പ്രതീക്ഷിക്കാം. എന്നിരുന്നാലും ബിഗിനേഴ്സ് ഉള്ളവരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നാളത്തെ ട്രേഡിംഗ് ഒന്ന് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും സേഫ് ആയിട്ടുണ്ടാവുക, പ്രത്യേകിച്ചും ഒരു മന്ത്ലി എക്സ്പയറി ആയതുകൊണ്ട്. ഇനി അടുത്തായിട്ട് പ്രധാനപ്പെട്ട സ്റ്റോക്ക് അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ ആദ്യം തന്നെ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ ട്രാക്ക് ചെയ്തുകൊണ്ടിരുന്ന സ്റ്റോക്കുകളായിരുന്നു കജാരിയ സെറാമിക്സ്. ഇന്നലെ ഒരു ബിയറിഷ് ക്യാൻഡിലായിരുന്നുവെങ്കിലും വീണ്ടും ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഈ ഒരു ക്യാൻഡിലിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 965, 66 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്സൈഡിനുള്ളൊരു സാധ്യതകൾ നിലനിൽക്കുന്നത് ഏകദേശം 981 വരെ. തീർച്ചയായിട്ടും ആ ഒരു സ്റ്റോക്കിൽ നിന്ന് ട്രാക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ബർജർ പെയിൻസ് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീണ്ടും ഒരു ഗെയിനായിരുന്നു കാണാനുണ്ടായിരുന്നത്. എന്നിരുന്നാലും നമുക്ക് വീണ്ടും ഒരു ഇൻഡിസിസീവായിട്ട് ഹയർ റേഞ്ചിലേക്ക് പോകുന്തോറും ഇൻഡിസിസീവായി മാറുന്നു എന്നുള്ള രീതിയിൽ കാണുന്നു. പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓവർബോട്ട് റീജിയനിലാണ് സ്റ്റോക്ക് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ പെർസിസ്റ്റൻറ്റ് സിസ്റ്റം, ഈ സ്റ്റോക്കിൻ്റെ ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാലും നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെ മൂന്ന് ദിവസങ്ങളിലെ റാലിക്ക് ശേഷം ഇന്നൊരു ഡോജി പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി അടുത്ത ഫ്രഷ് എൻട്രികൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 2547, 48 മുകളിൽ പോയി കഴിഞ്ഞാൽ എടുക്കുന്നതായിരിക്കും സേഫായിട്ടുണ്ടാവുക. അതുപോലെ തന്നെ നമുക്ക് വരും ദിവസങ്ങളിലൊരു 2440 താഴേക്ക് പോവുകയാണെങ്കിൽ പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യതകളും നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി അതുപോലെ തന്നെ ഭാരത് ഫോർജിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്റ്റോക്കിൻ്റെ ചാർട്ടിലും വീണ്ടും നല്ലൊരു ബുള്ളിഷ് മൂവുകൾ ഉണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ച സ്റ്റോക്കായിരുന്നു. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്നും ഒരു ഗെയിനോട് കൂടിയുള്ളൊരു എൻഡിങ് ആണ്. എന്നിരുന്നാലും ഹയർ റീജിയനിലേക്ക് പോകുന്നതോറും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോക്കിനെ ഒന്ന് ട്രാക്ക് ചെയ്യുക. നമുക്ക് ഇനിയും ഒരു ബ്രേക്കൗട്ടുകൾ നടന്നു കഴിഞ്ഞാൽ മാത്രം അടുത്ത എൻട്രികൾ എടുക്കുന്നതായിരിക്കും സേഫായിട്ടുണ്ടാവുക. ഏകദേശം 689 മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ എൻട്രികൾ എടുക്കുന്നതായിരിക്കും സേഫായിട്ടുണ്ടാവുക ഫ്രഷ് എൻട്രികൾക്ക്. അതുപോലെ തന്നെ UPLൻ്റെ സ്റ്റോക്ക് ഒന്ന് ട്രാക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ഒരു ബ്രേക്കൗട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു കൺസോളിഡേഷനൊക്കെ ശേഷം വീണ്ടും ഒരു ബ്രേക്കൗട്ടുകൾ UPLൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു റാലികൾ തുടരാനുള്ളൊരു സാധ്യതകളുണ്ട്. നമുക്ക് വരുന്ന ദിവസങ്ങളൊരു 815 മുകളിലേക്ക് ഒരു ഓപ്പണിംഗ് കിട്ടുകയാണെങ്കിൽ UPLനെയും നിങ്ങൾക്ക് നിങ്ങളുടെ ട്രാക്കിങ്ങിലേക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അപ്പോളോ ടയേഴ്സിനെയും തീർച്ചയായിട്ടും നിങ്ങളുടെ ട്രാക്കിങ്ങിൽ വെക്കുന്നത് നല്ലതായിരിക്കും. വീണ്ടും ഒരു ബുള്ളിഷ് റാലികൾ ഈ ഒരു സ്റ്റോക്കിൽ കണ്ടുവരുന്നുണ്ട്. നമുക്ക് ഇനിയൊരു എൻട്രികൾ ഏകദേശം ഒരു 226, 227 മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ അടുത്തൊരു എൻട്രികൾക്കുള്ളൊരു പോസിബിലിറ്റി അപ്പോളോ ടയേഴ്സും നമ്മൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇനി അടുത്തായിട്ട് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യം തന്നെ ഹാപ്പിയസ്റ്റ് മൈൻഡ് ടെക്നോളജീസിനെ സംബന്ധിച്ചിടത്തോളം അവർ യോട്ട ഇൻഫ്രയുമായിട്ട് ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് അനൗൺസ് ചെയ്തിരിക്കുന്നു. ഒരു ക്ലൗഡ് സൊല്യൂഷൻ നിർമ്മിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഇവർക്കൊരു പോസിറ്റീവ് ന്യൂസ് ആയിട്ട് നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ കാഡില ഹെൽത്ത് കെയറിനെ സംബന്ധിച്ചിടത്തോളം അവർ TLCയുമായിട്ട് ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് ഫംഗസിനെ ട്രീറ്റ് ചെയ്യുന്ന ഡ്രഗിനുള്ള മാർക്കറ്റിംഗ് അത് ഇന്ത്യയിൽ മാർക്കറ്റ് ചെയ്യുന്നതിനുള്ള ഒരു എഗ്രിമെൻ്റാണ് സൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സലാസർ ടെക്നോയെ സംബന്ധിച്ചിടത്തോളം അവർ ഏകദേശം 54 കോടിക്ക് മുകളിൽ വർത്ത് ചെയ്യുന്ന ഓർഡറുകൾ വിൻ ചെയ്തിരിക്കുന്നു ബാംഗ്ലൂർ ITIയുടെ ഭാഗത്തു നിന്നും. അത് ടെലികോം ടവേഴ്സ് ഇന്ത്യയിലെ പല ലൊക്കേഷനുകളിലും ടെലികോം ടവേഴ്സ് നിർമ്മിക്കുന്നതിനാണ് ഈ ഒരു ഓർഡറുകൾ എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് Q4 റിസൾട്ടുകളിലേക്ക് വരികയാണെങ്കിൽ ആദ്യമേ തന്നെ ബർജർ പെയിൻസിൻ്റെ Q4 നോക്കിക്കഴിഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ് 208 കോടി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ വർഷം അവർക്ക് മാർച്ച് ക്വാർട്ടറിൽ 103 കോടിയായിരുന്നു നിലനിന്നത്. റവന്യൂവിലും ഏകദേശം 49% വളർച്ചയാണ് കാണിച്ചിരിക്കുന്നത്. 2026 കോടി വരുമാനമായിട്ട് കാണിച്ചിരിക്കുന്നു. കഴിഞ്ഞ വർഷം അവർക്ക് മാർച്ചിൽ 1354 കോടിയായിരുന്നു നിലനിന്നത്. മണപ്പുറം ഫിനാൻസിലേക്ക് വരുമ്പോൾ നെറ്റ് പ്രോഫിറ്റിൽ ഏകദേശം 17% വളർച്ച റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. 468 കോടിയായിട്ട് നെറ്റ് പ്രോഫിറ്റ് ഉയർന്നിരിക്കുന്നു. കഴിഞ്ഞ വർഷം അവർക്ക് 398 കോടിയായിരുന്നു. റവന്യൂവിൽ ഏകദേശം 1% മുകളിലുള്ള ഗെയിനാണ് കാണുന്നത്. 1623 കോടി റവന്യൂ ആയിട്ട് കാണിച്ചിരിക്കുന്നു. കഴിഞ്ഞ വർഷം മാർച്ച് ക്വാർട്ടറിൽ 1605 കോടിയായിരുന്നു. LT ഫുഡ്സിൻ്റെ Q4ലേക്ക് വരുമ്പോൾ 4.4% വളർച്ചയാണ് നെറ്റ് പ്രോഫിറ്റിലുണ്ടായിരിക്കുന്നത്. 56 കോടി കാണിച്ചിരിക്കുന്നു. കഴിഞ്ഞ വർഷം അവർക്ക് 54 കോടിയായിരുന്നു നിലനിന്നത്. റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ 5% മുകളിലൊരു ഡിപ്പാണ് അവർക്കുണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 1199 കോടിയായിരുന്നുവെങ്കിൽ 1129 കോടിയായിട്ട് അത് ചുരുങ്ങിയിരിക്കുന്നു. ഇനി അതുപോലെ തന്നെ തെർമാക്സിൻ്റെ Q4ലേക്ക് വന്നു കഴിഞ്ഞാൽ 107 കോടി പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആയിട്ട് കാണിച്ചിരിക്കുന്നു. കഴിഞ്ഞ വർഷം മാർച്ച് ക്വാർട്ടറിൽ അത് 39 കോടിയായിരുന്നു. ഏകദേശം
ഏകദേശം 4 മടങ്ങിൻ്റെ അടുത്തുള്ളൊരു വർധനവ്, 3 മടങ്ങിന് മുകളിലുള്ളൊരു വർധനവാണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇൻകം നോക്കിക്കഴിഞ്ഞാൽ 1575 കോടി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ വർഷം അവർക്ക് 1323 കോടിയായിരുന്നു. അപ്പോൾ പ്രധാനമായിട്ടും വരുമാനത്തിലുള്ള വർധനവും അതുപോലെ തന്നെ അവരുടെ കോസ്റ്റ് റിഡക്ഷനായിട്ട് ചിലവ് കുറയ്ക്കാനുള്ള എടുത്ത മെഷേഴ്സൊക്കെയാണ് ഈ ഒരു നല്ല പ്രോഫിറ്റിന് കാരണങ്ങളായിട്ട് അവർ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ബെയർ ക്രോപ്പ് സയൻസിൻ്റെ Q4 വരുമ്പോൾ 66 കോടി പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആയിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ വർഷം അവർക്ക് 36 കോടിയായിരുന്നു നിലനിന്നത്. ഇൻകം നോക്കിക്കഴിഞ്ഞാൽ 893 കോടിയായിട്ട് ഉയർന്നിട്ടുണ്ട് 668 കോടിയിൽ നിന്ന്. പ്രധാനമായിട്ടും ക്രോപ്പ് പ്രൊഡക്ഷൻ പ്രൊഡക്ട്സിലുള്ള നല്ല ഡിമാൻഡും അതുപോലെ തന്നെ പുതിയ പ്രൊഡക്റ്റുകൾ ലോഞ്ച് ചെയ്തതുമാണ് ഈ ഒരു നല്ലൊരു പ്രോഫിറ്റിൻ്റെ കാരണങ്ങളായിട്ട് കമ്പനി പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ V-Guardൻ്റെ Q4 വന്നു കഴിഞ്ഞാൽ 68 കോടി പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആയിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ വർഷം അവർക്ക് 32 കോടിയായിരുന്നു മാർച്ച് ക്വാർട്ടറിൽ നിന്നത്. ഇൻകം നോക്കിക്കഴിഞ്ഞാൽ 855 കോടിയായിട്ട് ഉയർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫൈസറിൻ്റെ Q4 വരുമ്പോൾ 101 കോടി പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആയിട്ട് കാണിച്ചിരിക്കുന്നു. കഴിഞ്ഞ വർഷം അവർക്ക് 103 കോടിയായിരുന്നു നിലനിന്നത്. ഇൻകം 535 കോടിയായിട്ട് 503 കോടിയിൽ നിന്നും ഉയർന്നിരിക്കുന്നു. അതുപോലെ തന്നെ അസ്ട്ര മൈക്രോവേവ് പ്രൊഡക്ട്സിൻ്റെ Q4 വരുമ്പോൾ 27 കോടി പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആയിട്ട് കാണിച്ചിരിക്കുന്നു. കഴിഞ്ഞ വർഷം മാർച്ച് ക്വാർട്ടറിൽ അവർക്ക് 10 കോടിയായിരുന്നു നിലനിന്നത്. ഇൻകം നോക്കിക്കഴിഞ്ഞാൽ അതിലും വർധനവാണ്, 175 കോടിയിൽ നിന്നും 251 കോടിയായിട്ട് ഉയർന്നിരിക്കുന്നു. അതുപോലെ തന്നെ ലക്സ് ഇൻഡസ്ട്രീസിൻ്റെ Q4 വരുമ്പോൾ 90 കോടിയുടെ നെറ്റ് പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ വർഷം അവർക്ക് 41 കോടിയായിരുന്നു നിലനിന്നത്. ഏകദേശം ഡബിളിന് മുകളിലായിട്ട് ഉയർന്നിട്ടുണ്ട്. അത് സെയിൽസ് നോക്കിക്കഴിഞ്ഞാലും അവിടെ ഏകദേശം 48% വളർച്ചയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 401 കോടിയായിരുന്നു കഴിഞ്ഞ വർഷം മാർച്ച് ക്വാർട്ടറിലെ സെയിൽസ് എങ്കിൽ അത് 595 കോടിയായിട്ട് ഉയർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ മാർച്ച് എൻഡിങ് വരെയുള്ളൊരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റിൽ 52% വളർച്ചയുണ്ടായി എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അപ്പോൾ ഇതൊക്കെയാണെന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളായിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ പറഞ്ഞ സ്റ്റോക്കുകളും ന്യൂസുകളും നിങ്ങളുടെ അനാലിസിസിനായിട്ട് ഉപയോഗിക്കുക. അതുപോലെ തന്നെ അനാലിസിസിലൂടെ കണ്ടെത്തുന്ന കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. നിങ്ങൾ അനാലിസിസ് നടത്തിയതിന് ശേഷം മാത്രം എൻട്രികളൊക്കെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതിന് ശേഷം മാത്രം എടുക്കുന്ന കാര്യം ശ്രദ്ധിക്കുക. പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് ഇസ് ടോണി സൈനിങ് ഓഫ്.